എൻഡോസൾഫാൻ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ 18കാരന്റെ നിരാഹാര സമരം. സ്വന്തം ഗ്രാമത്തിലെ വാർത്തകൾക്ക് മാത്രമായി ഒരു പത്രം തന്നെ ആരംഭിച്ച പി ബായിസാണ് നിരാഹാരം അനുഷ്ഠിക്കുന്നത്. സ്റ്റോക്ക്ഹോം കൺവെൻഷൻ അവസാനിക്കുന്ന 29 വരെ ബായിസ് നിരാഹാരം അനുഷ്ഠിക്കും. സ്വന്തം ഗ്രാമത്തിലെ വാർത്തകൾക്ക് മാത്രമായി ഒരു കൊച്ചുപത്രം ആരംഭിക്കുകയും 18ലേറെ ലക്കങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ചട്ടിപ്പറമ്പ് സ്വദേശി പി ബായിസാണ് എൻഡോസൾഫാനെതിരെ മലപ്പുറം കളക്ടറേറ്റിന് മുൻപിൽ നിരാഹാര സമരം തുടങ്ങിയിരിക്കുന്നത്. ജനീവയിലെ സ്റ്റോക്ക്ഹോം കൺവെൻഷൻ അവസാനിക്കുന്ന 29ാം തീയതി വരെയാണ് ബായിസിന്റെ നിരാഹാര സമരം. എൻഡോസൾഫാൻ നിരോധിക്കാത്ത കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെയാണ് ഈ 18കാരൻ സമരം ആരംഭിച്ചിരിക്കുന്നത്. കാസർഗോഡും അതിന്റെ അനുബന്ധ പ്രദേശങ്ങളിലും സഞ്ചരിക്കുകയും അതിന്റെ അനുബന്ധ രേഖകൾ ശേഖരിക്കുകയും ചെയ്തു. അപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള അന്ന് കണ്ടിട്ടുള്ള പല മുഖങ്ങളും അവരുടെ രക്ഷക്കായി കേഴുന്നത് കണ്ടപ്പോൾ അതിനെ കൃത്യമായി കൊണ്ടും ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരിക എന്നതും ആവശ്യമുണ്ട് എന്നതിന്റെ പേരിലാണ് ഞാൻ ഇവിടെ ഈ നിരാഹാരം അനുഷ്ഠിക്കുന്നത്. കൽപ്പറ്റ ഗവൺമെന്റ് കോളേജിലെ 1ാം വർഷ BA മാസ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥിയാണ് പി ബായിസ്. ബായിസിന്റെ സത്യപഥം എന്ന പത്രം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു. മാരക കീടനാശിനിയായ എൻഡോസൾഫാനെതിരെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ വളർത്തിയെടുക്കാനാണ് ഈ യുവപത്രാധിപർ സമരത്തിലൂടെ ശ്രമിക്കുന്നത്.